Hi all. In today's video, we are going to see the superposition theorem. Superposition theorem എന്ന് വെച്ചാൽ theorem statement എങ്ങനെയാണ്? If a number of voltage or current sources are acting simultaneously in a linear network, the resultant current in any branch is the algebraic sum of currents that would be produced in it when each source act alone, replacing all other independent sources by their internal resistances. ഇത് ഒറ്റയടിക്ക് പറയുമ്പോഴേക്കും ചിലപ്പോൾ നമുക്ക് മനസ്സിലായി കാണത്തില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ സൂപ്പർപോസിഷൻ തിയറം. സൂപ്പർപോസിഷനിൽ ഉള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് ഇക്വലന്റ് സർക്യൂട്ട് എന്നൊരു കൺസെപ്റ്റ് ഇല്ല. നമ്മൾ സോൾവ് ചെയ്യുക എന്നുള്ളത് നമുക്ക് എന്തെങ്കിലും ഒരു വാല്യൂ കണ്ടുപിടിക്കാനായിരിക്കും. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഫിഗറിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യനിൽ V0 0 പറഞ്ഞിട്ടുണ്ട്. ഫിഗറിൽ I 2 ആംപിയർ, ആ സമയത്തുള്ള I 2 ആംപിയർ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളത്. I എത്രയാണ് when V0 10 വോൾട്ട്, ഇതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളത്. സൂപ്പർപോസിഷൻ തിയറം പ്രകാരം നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ ഒരു സോഴ്സേ നമ്മൾ ഒരു സമയത്ത് കൺസിഡർ ചെയ്യുള്ളൂ. നമുക്ക് എത്ര സോഴ്സ് ഉണ്ടെങ്കിലും, അത് കുറേ കറന്റ് സോഴ്സ്, ഒരു വോൾട്ടേജ് സോഴ്സോ, കുറേ വോൾട്ടേജ് സോഴ്സ്, കറന്റ് സോഴ്സ് എന്തൊക്കെയാണെങ്കിലും ഓരോ സോഴ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇവിടെ ഇപ്പോൾ നമുക്കൊരു കറന്റ് സോഴ്സ് ഉണ്ട്, ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വോൾട്ടേജ് സോഴ്സ് ഇനാക്റ്റീവ് ആക്കുക. വോൾട്ടേജ് സോഴ്സ് ഇനാക്റ്റീവ് ആക്കുക എന്ന് വെച്ചാൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള കണ്ടീഷനാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ V0 0 എന്ന് പറയുന്ന ആ കണ്ടീഷൻ. V0 0 എന്ന് പറഞ്ഞാൽ എന്താ? വോൾട്ടേജ് ഇല്ല, കറണ്ടേ ഉള്ളൂ. സോ വോൾട്ടേജ് 0 കണ്ടീഷനിൽ ഐയുടെ വാല്യൂ 2 ആംപിയർ ആണെങ്കിൽ നെക്സ്റ്റ് കണ്ടീഷൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ കറന്റ് സോഴ്സ് ഡീആക്ടിവേറ്റ് ചെയ്യാം. പ്രത്യേകത ഓർത്തിരിക്കുക, വോൾട്ടേജ് സോഴ്സ് ഡീആക്ടിവേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വോൾട്ടേജ് സോഴ്സിനെ അവിടെ ഷോർട്ട് ചെയ്യാനും, കറന്റ് സോഴ്സ് ഡീആക്ടിവേറ്റ് പറഞ്ഞാൽ കറന്റ് സോഴ്സ് ഇരുന്ന സ്ഥലം ഓപ്പൺ ചെയ്യലാണ്. അപ്പൊ കറന്റ് സോഴ്സ് ഓപ്പൺ ചെയ്തിട്ട് വോൾട്ടേജ് സോഴ്സ് മാത്രം വെച്ച് ആ കറണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കലാണ് നമ്മൾ ഇന്ന് ചെയ്യേണ്ട ഈ പ്രോബ്ലത്തിന്റെ മെയിൻ വർക്ക്. അപ്പൊ V0ന്റെ ആ സമയത്ത് I0 എന്ന് പറയുന്ന കറന്റ് സോഴ്സ് ഡീആക്ടിവേറ്റ് ഉള്ള സമയത്തുള്ള വോൾട്ടേജ് സോഴ്സിന്റെ വാല്യൂ ആണ് V0 10 വോൾട്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും I കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്, നമുക്ക് ചെയ്തു നോക്കാം. അപ്പൊ ഈ പ്രോബ്ലത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞാൻ ആദ്യം ചെയ്യുന്നത് വോൾട്ടേജ് സോഴ്സ് ഡീആക്ടിവേറ്റ് ചെയ്തിട്ടാണ്. വോൾട്ടേജ് സോഴ്സ് ഡീആക്ടിവേറ്റ് ചെയ്യുക പറഞ്ഞാൽ കറന്റ് സോഴ്സ് മാത്രം പ്രസന്റ് ആയിരിക്കും. അപ്പം I0 എന്ന് പറഞ്ഞ കറന്റ് സോഴ്സ് പ്രസന്റ് ആണ്. ഇവിടെ 2 ഓം ഉണ്ട്, ഇവിടെ എനിക്കൊരു 2 ഓം ഉണ്ട്. ഈ സമയത്തുള്ള എൻ്റെ വോൾട്ടേജിന്റെ വാല്യൂ, അത് ഷോർട്ട് ചെയ്തിരിക്കുന്ന വോൾട്ടേജ് 0 ആണ്. ഇതിലൂടെ പോകുന്ന കറണ്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ വന്നിട്ട് ഇറ്റ് ഈസ് 2 ആംപിയേഴ്സ്. V0 0 ആകുമ്പോൾ ഐയുടെ വാല്യൂ 0 എന്ന് പറഞ്ഞത്, ഇവിടെ 0 ആകുമ്പോൾ I value is equal to 2 amperes. Now what we are going to do next is we need to open circuit current source. Current source deactivate ചെയ്യുമ്പോൾ current source open circuit ചെയ്യണം. ഇവിടുത്തെ വോൾട്ടേജ് സോഴ്സ് നമ്മളത് പറഞ്ഞിട്ടുണ്ട്, വോൾട്ടേജ് സോഴ്സ് എത്ര വേണമെന്ന് നമ്മളത് പറഞ്ഞിട്ടുണ്ട്. അത് എത്ര 10 വോൾട്ട് ആണ്. 10 വോൾട്ട് കൊണ്ട് ഇവിടെ I0 0 ആണ്, ഇവിടെ കണക്ഷൻ ഇല്ല. 2 ഓം 2 ഓം 2 ഓം. ഈ സമയത്തുള്ള കറണ്ട് I ആണ് കണ്ടുപിടിക്കാൻ പറ്റുള്ളത് നമ്മൾക്ക്. അത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. വാട്ട് ഈസ് I? I is equal to, നമ്മൾ ഇവിടുന്ന് കറണ്ട് ഈ ഡയറക്ഷനിൽ പോകാനായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. സോ കറണ്ട് ഈസ് മൂവിങ് ലൈക്ക് ദിസ്. കറണ്ട് എങ്ങനെ പോകുന്നു? സോ കറണ്ട് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് 10 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ബൈ 4. അതാണ് കറണ്ടിന്റെ വാല്യൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2.5 ആംപിയേഴ്സ്. ഇനി സപ്പോസ് നമ്മൾ പറയുകയാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ട, ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത് കറണ്ട് ത്രൂ ദ 2 ഓം റെസിസ്റ്റർ ആണ്. അങ്ങനെ മാത്രമേ ക്വസ്റ്റ്യൻ ഉള്ളത് വെച്ചാൽ ഈ രണ്ട് കറണ്ടും നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പൊ ഇപ്പോഴത്തെ കേസിൽ നമ്മൾ അതുപോലെയാണ് ക്വസ്റ്റ്യൻ എങ്കിൽ, അതായത് ഫൈൻഡ് കറണ്ട് ത്രൂ 2 ഓം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഫോർ എക്സാമ്പിൾ ലെറ്റ് ദിസ് ക്വസ്റ്റ്യനിൽ ഇങ്ങനെയാണ്, let this current is I1, let this current is I2.
ഇനി നോക്കുക ആ 2 ഒമേഗയുടെ രണ്ട് കേസിലെ കറണ്ടും ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ ടോട്ടൽ കറണ്ട് ഇസ് ഇക്വൽ ടു I1 പ്ലസ് I2. ഏതെങ്കിലും ഒരെണ്ണം മാറി തിരിഞ്ഞാണെങ്കിൽ അതിന്റെ കേസിൽ മൈനസ് സൈൻ വരും. അപ്പൊ ആ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ ടോട്ടൽ I is equal to what is ഫസ്റ്റ് കേസിലെ കറണ്ട് 2 പ്ലസ് 2.5 that is equal to 4.5 amperes ആണ് നമുക്ക് കിട്ടുക ആസ് പെർ സൂപ്പർപോസിഷൻ തിയറം. നിങ്ങൾക്ക് സൂപ്പർപോസിഷൻ തിയറം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം സൂപ്പർപോസിഷൻ തിയറം വെച്ച് തന്നെ. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ പറഞ്ഞിട്ടുള്ള ഫൈൻഡ് I ഇൻ ദ സർക്യൂട്ട് ആണ്. നമുക്ക് രണ്ട് സോഴ്സുകളൂടെ ഉണ്ട്. അപ്പൊ രണ്ട് വാല്യൂ ആയിട്ടുള്ള കറണ്ട് നമുക്ക് കിട്ടും. എത്ര സോഴ്സ് ഉണ്ട് അത്രയും വാല്യൂ ഓഫ് കറണ്ട് കിട്ടും. ഇവിടെ രണ്ട് സോഴ്സ് ഉള്ള രണ്ട് പ്രാവശ്യം ചെയ്യുന്ന പ്രോബ്ലത്തിന്റെ ഉത്തരമായിട്ട് രണ്ട് കറണ്ട് നമുക്ക് കിട്ടും. സോ ലെറ്റ് ദോസ് കറണ്ട്സ് ബി I1 ആൻഡ് I2. ഇനി നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സൂപ്പർപോസിഷൻ തിയറം പ്രകാരം നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം ഞാൻ കൺസിഡർ ചെയ്യുന്നത് എന്റെ കറണ്ട് സോഴ്സ് ഡീആക്ടിവേറ്റ് ചെയ്യാമെന്നാണ് ഞാൻ ആദ്യം കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അത് എങ്ങനെയാണെന്ന് നോക്കാം. കറണ്ട് സോഴ്സ് ഡീആക്ടിവേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറണ്ട് സോഴ്സ് ഓപ്പൺ ചെയ്തിടുക. വോൾട്ടേജ് സോഴ്സ് മാത്രമേ നമുക്കുള്ളൂ. ഇത് പ്രകാരം നോക്കുകയാണെങ്കിൽ നമുക്ക് വോൾട്ടേജ് സോഴ്സ് റൈറ്റ് സൈഡ് ആണ്. വോൾട്ടേജ് സോഴ്സിന്റെ അവിടെ നിന്ന് കറണ്ട് വരുന്ന പോലെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ കറണ്ട് വരികയാണ്. അതൊരു ലെറ്റ് ദ സോഴ്സ് കറണ്ട് എന്ന് ഞാൻ അവിടെ ഡിനോട്ട് ചെയ്യാം, IS ഡിനോട്ട് ചെയ്യാം. അപ്പം ഇത് 2 ഓമിലൂടെ പോകുന്ന കറണ്ട് I1. സോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? നമ്മൾ I1 ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ I1 കണ്ടുപിടിക്കണം നമുക്ക് ആദ്യം തരണം വി ഷുഡ് നോ IS വാല്യൂ. IS വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് കറണ്ട് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യണം. കറണ്ട് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഈ 1 ഓം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അതിവിടെ കറണ്ട് ഫ്ലോ ഇല്ല. കറണ്ട് ഫ്ലോ ഇവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞു പോകുള്ളൂ, റൈറ്റ് സൈഡിൽ അല്ല ഈ സൈഡിലേക്ക് കറണ്ട് ഫ്ലോ ഇല്ല. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ IS പറഞ്ഞാൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ നമ്മുടെ എന്താ പറയാ കറണ്ട് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ സാധാ ഫോർമുല യൂസ് ചെയ്താൽ മതി. കറണ്ട് ഡിവിഷൻ റൂളിന് കൺഫ്യൂഷൻ അല്ലെങ്കിൽ സാധാ ഫോർമുല യൂസ് ചെയ്താൽ V/R ചെയ്യും. V/R ചെയ്യുമ്പോൾ 2ഉം 1ഉം സീരീസ് ആണ്. 1 + 2 അത് ഇൻ പാരലൽ വിത്ത് 3 ആണ്. ഓക്കെ, കറണ്ട് ഡിവിഷൻ റൂൾ ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല, കാരണം നമ്മൾ I1 കണ്ടുപിടിക്കാനായിട്ട് കറണ്ട് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യാം. സോറി, IS കണ്ടുപിടിക്കാനായിട്ട് കറണ്ട് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, കാരണം മെയിൻ കറണ്ട് അറിയില്ല. സോ ഇത് പ്രകാരം 1 / 1 + 2 പാരലൽ വിത്ത് 3 നമുക്ക് കിട്ടുക ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ ഈസ് 1/1.5 ആംപിയേഴ്സ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് ഇപ്പം കറണ്ട് സോഴ്സ് മെയിൻ കറണ്ട് സോഴ്സിന്റെ വാല്യൂ ആണ് നമുക്ക് ഇപ്പൊ കിട്ടിയത്. അപ്പോൾ നമുക്ക് 1/1.5 ആണ് നമുക്ക് IS ന്റെ വാല്യൂ കിട്ടി. നമുക്ക് നെക്സ്റ്റ് വി നീഡ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് I1. I1 കറണ്ട് ഡിവിഷൻ ഉണ്ട്, മെയിൻ കറണ്ട് ഇൻടു റെസിസ്റ്റൻസ് ഓഫ് അതർ. റെസിസ്റ്റൻസ് ഓഫ് അതർ എന്ന് പറയുന്നത് നമുക്ക് I1 പറഞ്ഞ റെസിസ്റ്റൻസ് ആണ്, അല്ല കറണ്ട് ആണ് ഈ 2 ഓമിൽ കൂടെ പോയിട്ട് ഇങ്ങനെ പോകുന്നത്. സോ റെസിസ്റ്റൻസ് അതർ ബ്രാഞ്ച് റെസിസ്റ്റൻസ് പറഞ്ഞാൽ 3 ആണ്. 3 ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ആ പാരലൽ കേസ് കൺസിഡർ ചെയ്തതിനകത്തുള്ള ഫുൾ ടോട്ടൽ റെസിസ്റ്റൻസ്. കറണ്ട് ഡിവിഷൻ റൂൾ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ അല്ലെങ്കിൽ പ്രീവിയസ് വീഡിയോ എടുത്ത് നോക്കുക. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/1.5 ഇൻറ്റു 3/6. So this you will get 1/3 amperes. അതാണ് I1 ഫസ്റ്റ് കേസിൽ, അതായത് കറണ്ട് സോഴ്സ് മാത്രം കൺസിഡർ ചെയ്തു. സെക്കൻഡ് കേസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നമ്മൾ വോൾട്ടേജ് സോഴ്സ് മാത്രം അല്ല കറണ്ട് സോഴ്സ് കളഞ്ഞിട്ടുള്ള നമ്മൾ ചെയ്ത്, ഇനി വോൾട്ടേജ് സോഴ്സ് കളഞ്ഞിട്ടുള്ള സംഭവമാണ് ചെയ്യാൻ പോകുന്നത്. വോൾട്ടേജ് സോഴ്സ് കളയുന്ന സമയത്ത് വാട്ട് ഹാപ്പൻഡ് ഇസ് ദാറ്റ് വോൾട്ടേജ് സോഴ്സ് ഡീആക്ടിവേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ വോൾട്ടേജ് സോഴ്സ് ഷോർട്ട് ചെയ്യാം. അപ്പോൾ കറണ്ട് സോഴ്സ് ഇവിടെ ഉണ്ട്. വോൾട്ടേജ് സോഴ്സ് ഡീആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെച്ചാൽ വോൾട്ടേജ് ഷോർട്ട് ചെയ്തു. ഓക്കെ,
ഷോർട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്താവും, ഇവിടെ 3 ohm ഉണ്ട്, ഇവിടെ 2 ohm ഉണ്ട്, 1 ohm ഉണ്ട്, ഇവിടെ 1 ohm ഉണ്ട്. വരുന്ന കറണ്ട് നമുക്ക് ഇത് പോകുന്ന ഏതുകൂടെ ഈ 2 ohm കൂടെ പോകുന്ന കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് ലെറ്റ് ഇറ്റ് ബി I2. അപ്പൊ നമ്മൾ ഈ ഇവിടുന്ന് മെയിൻ കറണ്ട് വരുന്നുണ്ട്. മെയിൻ കറണ്ട് എത്ര, 1 ആംപിയർ വരുന്നുണ്ട്. മെയിൻ കറണ്ട് വന്ന് ഇവിടെ സ്പ്ലിറ്റ് ആയി, ഇവിടെ ഇങ്ങനെ പോയി. ഇവിടെ വരുമ്പോൾ ഈ വഴിക്ക് പോവില്ല, കാരണം ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ആണ്. ഈ വഴിക്ക് കറണ്ട് ഫ്ലോ ഇല്ല. നമുക്ക് നേരിട്ട് എന്ത് കണ്ടുപിടിച്ചാൽ മതി, I2ന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. I2ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം, നേരത്തെ പോലെ തന്നെ നമുക്ക് കറണ്ട് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് വരും, മെയിൻ കറണ്ട് ഇൻറ്റു, സോ I2 is equal to മെയിൻ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ഓഫ് അതർ, റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1 divided by total resistance. Total resistance 1 plus 2. So this is equal to 1 by 3 amperes. അപ്പോൾ ഇതാണ് I2ന്റെയും I1ന്റെയും വാല്യൂസ്. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളത് കറണ്ട് ത്രൂ 2 ohm റെസിസ്റ്റർ മാത്രമാണ്. 2 ohm റെസിസ്റ്ററിലൂടെ പോകുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് ഇവിടെ ഏത് കറണ്ട് വരുന്നോ അതിന് പോസിറ്റീവ് കൊടുക്കുക. അപ്പോൾ ടോട്ടൽ കറണ്ട് I is equal to ലെഫ്റ്റ് റൈറ്റ് വരുന്നത് I2 കറണ്ട്, സോ ഇറ്റ് ഈസ് ഗിവൺ പോസിറ്റീവ്. I1 കറണ്ട് തിരിഞ്ഞാണ് വരുന്നത്, സോ ഇറ്റ് ഈസ് ഗിവൺ നെഗറ്റീവ്. I1 കറണ്ട് ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിലെ ഡയറക്ഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് from right to left. So I1 current opposite. So this is equal to 1 by 3 minus 1 by 3 and that is equal to 0. 0 ampere current ആണ് ഏതികൂടെ പോകുന്നത്, നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള 2 ohm റെസിസ്റ്ററിലൂടെ പോകുന്നത്. സോ ഇങ്ങനെയാണ് സൂപ്പർപോസിഷൻ തിയറം സോൾവ് ചെയ്യുക. മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.